ഹായ് ഫ്രണ്ട്സ്, കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരു സംഭവം വെച്ചിട്ട് നമ്മുടെ സ്കിൻ എങ്ങനെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാം. ഒരു സ്കിൻ ബ്രൈറ്റനിങ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് തന്നെ ചെയ്താലും, നമ്മുടെ മുഖത്ത് എന്ത് പാക്ക് ഇട്ടാലും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖം ക്ലീൻ ചെയ്യുക എന്നതാണ് കേട്ടോ. ഒരു ക്ലീൻ ചെയ്യുന്നത് മസ്റ്റ് ആയിരിക്കണം നമ്മുടെ മുഖം. ഫേസ് വാഷ് ഉപയോഗിച്ചായിരിക്കും മിക്കവാറും എല്ലാവരും മുഖം ക്ലീൻ ചെയ്യുന്നത്. ഇവിടെ ഒരു നീമിൻ്റെ ഫേസ് വാഷ്, ഇതെനിക്ക് വളരെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു ഡീപ്പ് ക്ലീൻ ആവുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. മുഖക്കുരു ഉള്ളവർക്ക് ബെസ്റ്റാണ് കേട്ടോ. അപ്പം മോന് അഡോളസെൻ്റ് പീരീഡിലോട്ട് പോകുന്നതുകൊണ്ട് തന്നെ അവന് മുഖം മൊത്തം നല്ല മുഖക്കുരു വരുന്നുണ്ടായിരുന്നു. അവന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ അവൻ ഇത് വെച്ച് മുഖം ക്ലീൻ ചെയ്യാറില്ല. വല്ലപ്പോഴൊക്കെ ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. മുഖം നന്നായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് നല്ല ക്ലീൻ ആവുന്ന ഒരു ഫീല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് നമ്മൾ ഈ പാക്ക് ഇടുന്നതിന് മുമ്പ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് പാൽ ഉപയോഗിച്ചാണ് കേട്ടോ. നമ്മുടെ പശുവും പാലല്ലേ, പശുവും പാൽ കാച്ചുന്നതിന് മുമ്പ് പച്ചപ്പാലാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഈ പച്ചപ്പാലിനകത്ത് രണ്ട് ഇതേപോലൊരു കോട്ടൺ തുണി, ഒരു വെള്ള തുണി മുക്കിയിട്ട് പാലിനകത്ത് മുക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുക മുഖം. അങ്ങ് ഒരുപാട് പ്രസ് ചെയ്യേണ്ട കേട്ടോ, ഒരുപാട് പ്രസ് ചെയ്യേണ്ട. പക്ഷെ നല്ലതുപോലെ മുഖം ക്ലീൻ ആവുന്നത് നമുക്കറിയാൻ പറ്റും. ഇങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുക. വളരെ അങ്ങ് ഒരുപാട് പ്രസ് ചെയ്ത് ഇങ്ങനെ തുടയ്ക്കരുത് കേട്ടോ. ഇച്ചിരി സോഫ്റ്റായിട്ട്, പക്ഷെ നന്നായിട്ട് ക്ലീൻ ആവും കേട്ടോ. ഒരു നല്ല ക്ലെൻസിങ് ഏജൻ്റാണ് പാല്. നന്നായിട്ട് ക്ലീൻ ആവും. ഇതേപോലെ തന്നെ നമ്മൾ മുഖം ഇതേപോലെ ചെയ്യുമ്പം നമ്മുടെ കഴുത്തും കൂടെ ചെയ്യണം കേട്ടോ. കഴുത്ത് എപ്പോഴും നമ്മളിങ്ങനെ മുഖം എപ്പം ഏത് പാക്ക് ഇട്ടാലും കഴുത്തിലും കൂടെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മാലയൊക്കെ ഊരി വെക്കണമായിരുന്നു, ഞാൻ മാലയൊന്നും ഊരാൻ വിട്ടുപോയതാണ്. കഴുത്തും കൂടെ അതുകൊണ്ട് ഇങ്ങനെ വൃത്തിയാക്കണം. അപ്പം നമുക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ, അഴുക്ക് കണ്ടില്ലേ. ഇങ്ങനെ നമ്മൾ നന്നായിട്ട് മുഖം ക്ലീൻ ചെയ്ത് ഇനി നമ്മളിത് വാഷ് ചെയ്യുകയാണ് കേട്ടോ. വാഷ് ചെയ്തിട്ട് വന്നിട്ട് കാണിക്കാം. മുഖം വാഷ് ചെയ്തു, തുടച്ചു, മാലയൊക്കെ ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാലേ നമ്മുടെ ദോശമാവ് കണ്ടില്ലേ, ദോശമാവ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ഒരു ദോശമാവ്. അപ്പം ഇന്നിവിടെ ദോശയായിരുന്നു. അപ്പം ഞാൻ ഇച്ചിരി ദോശമാവ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളെ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഈ തലേന്ന് ആട്ടി വെച്ചിരിക്കുന്ന മാവേ പിറ്റേന്ന് നമ്മൾ ഉപ്പിട്ട് കലക്കത്തില്ലേ, ആ കലക്കുന്നതിന് മുമ്പ് കുറച്ച് മാവ് എടുത്തിട്ട് ഇതേപോലെ മാറ്റി വെക്കണം കേട്ടോ. ഒരു 2 ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പുറത്തൊക്കെ പോയിട്ട് വരുമ്പം വളരെ ഡള്ളാവും മുഖം, നല്ല ഒരു ടാനും ഒക്കെ ആയിട്ട് വല്ലാതിരിക്കും മുഖം. നമുക്ക് വളരെ ടയേർഡായിരിക്കും. നന്നായിട്ട് ഫ്രഷ് ആവാനും നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് തരാനും ഒക്കെ നല്ലതാണ് ഈ ദോശമാവ് കേട്ടോ. അപ്പം ഈ ക്ലീൻ ചെയ്ത ഫേസിലോട്ട് നമ്മൾ ദോശമാവ് താണ്ട് ഇങ്ങനെ പുരട്ടി കൊടുക്കാം. അപ്പം നമ്മുടെ കണ്ണിൻ്റെ ആ ഭാഗം ഒഴിച്ചിട്ടിട്ട് എല്ലായിടവും തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഇത് തേക്കുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പാണ് കേട്ടോ. അപ്പോഴേ എല്ലാവരും പാക്ക് ഇടുമ്പോഴേ മുഖത്ത് ഈ കണ്ണിൻ്റെ ഈ പോർഷൻ ഇത്രയും ഭാഗം ഒഴിച്ചിടത്തില്ലേ, മുകളിൽ ഒന്നും ഇടത്തില്ലല്ലോ. എനിക്ക് എന്തോ ഇട്ടാലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അത്രയും ഒഴിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഇച്ചിരി ഇങ്ങനെ കണ്ണിലൊന്നും പറ്റാതെ ഇങ്ങനെയൊക്കെ തേച്ച് കൊടുക്കും. എല്ലാവരും അങ്ങനെ ആണോന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് എന്തോ വല്ലാത്ത ബുദ്ധിമുട്ടാണ് ആ പോർഷൻ ഒഴിച്ചിടുമ്പോൾ. കാരണം എനിക്ക് ഇങ്ങനെ അവിടെയൊക്കെ ഇത്തിരി കറുപ്പും ഒക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഞാൻ ആ ഭാഗത്തും കൂടെ ഒക്കെ തേച്ച് കൊടുക്കും. കണ്ണിലൊന്നും പറ്റാതെ, ദോശമാവാണ്, കണ്ണി പറ്റാതെ നോക്കണം കേട്ടോ. തരിതരിപ്പ് കാണും. അപ്പോൾ അത് കണ്ണിൽ പോയി കഴിഞ്ഞാൽ കണ്ണിൽ നല്ല ഇറിറ്റേഷനൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ എല്ലായിടവും ഇങ്ങനൊന്ന് തേച്ച് കൊടുക്കുക. കണ്ടില്ലേ, എല്ലായിടവും തേച്ചിട്ടുണ്ട്. കഴുത്തിലും എല്ലായിടവും തേച്ചിട്ടുണ്ട്. പിന്നെ ഈ ലെഫ്റ്റ് കൈ കൊണ്ട് തേക്കുന്ന എന്താണെന്നായിരിക്കും, റൈറ്റ് കൈ എപ്പോഴും എനിക്ക് കാസ്റ്റ് എടുത്തിട്ടില്ല, അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ലെഫ്റ്റ് കൈ കൊണ്ട് തേച്ചത്. ഇത് നമ്മൾ 20 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ. 20 മിനിറ്റ് കഴിയട്ടെ. ഇപ്പോഴേ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു പാക്ക് മുഖത്തിട്ടിട്ട് സംസാരിക്കരുതെന്നാണ് പറയുന്നത്. എൻ്റെ ചുണ്ടൊക്കെ കണ്ടോ ഡ്രൈ ആയി തുടങ്ങി. നമുക്ക് ഇനി ഇത് റിമൂവ് ചെയ്യാം. ഇങ്ങനെ തുണിയിൽ തൊട്ട് തുടയ്ക്കുന്ന എനിക്ക് അത്ര ഇഷ്ടമല്ല. ഞാനിത് വാഷ് ചെയ്യാം. നോർമൽ വെള്ളത്തിൽ, നമ്മുടെ പച്ചവെള്ളത്തിൽ കഴുകിയാൽ മതി കേട്ടോ. ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ട് കാണിക്കാം കേട്ടോ. കണ്ടില്ലേ, മുഖം ഞാൻ നല്ലതായിട്ട് കഴുകി കേട്ടോ. പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകി തുടച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, മുഖം നല്ല ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നില്ലേ, നല്ലതുപോലെ ക്ലീൻ ആയതുപോലെ തോന്നുന്നില്ലേ മുഖം.
നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ നല്ലതാണ് കേട്ടോ. നമുക്കൊരു നല്ല ഒരു ഫീലിങ്സ് ആണ് ഉണ്ടാവുന്നത്. ഈ ഒരു ദോശമാവ് റൈസ് പൗഡർ എന്ന് വെച്ചാൽ നല്ലതാണ്, നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഏറ്റവും നല്ലതാണ്. അതിനകത്ത് ഉഴുന്നും കൂടെ ചേരുമ്പോഴുള്ള ഒരു ഡബിൾ എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. നിങ്ങൾക്ക് തോന്നില്ലേ എന്തോ ഒരു മുഖത്തൊരു ബ്രൈറ്റൻ പോലെ നിങ്ങൾക്ക് തോന്നില്ലേ? വളരെ നല്ലതാണ്. അപ്പോഴും നമ്മൾ ഇത് ഇട്ട് നമ്മൾ ഏത് പാക്ക് ഇട്ടാലും നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കണം കേട്ടോ. ഞാനിവിടെ ഹിമാലയയുടെ അലോവേരയുടെ മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ അലോവേര മോയ്സ്ചറൈസർ ഒരു പച്ച കളറൊക്കെ വരുന്നുണ്ട്, എനിക്കത് ഇഷ്ടമല്ല. ഞാനിത് പ്യുവർ വൈറ്റുള്ള മോയ്സ്ചറൈസറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മോയ്സ്ചറൈസർ ഇങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ. പാക്കൊക്കെ ഇടുമ്പോഴത്തേന് നമുക്ക് മുഖം ഒന്ന് ഡ്രൈ ആവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ മോയ്സ്ചറൈസർ തേച്ച് കൊടുക്കുക. നമ്മൾ ഒരാഴ്ചയിൽ 2-3 തവണയൊക്കെ ഇങ്ങനെ ചെയ്യുവാണെങ്കിലേ എൻ്റെ മുഖം നല്ല ഇതായിട്ടിരിക്കും. സത്യത്തിൽ ഞാൻ എൻ്റെ മുഖം ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ കൈയൊക്കെ ഫ്രാക്ചറായി വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും. മറ്റേത് ജോലിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സ്കിന്നിനെ എത്ര കെയർ ചെയ്യുന്നോ അതേപോലെ ഇരിക്കും നമ്മുടെ സ്കിന്ന് എപ്പോഴും. അപ്പോൾ ഇങ്ങനെ മോയ്സ്ചറൈസറൊക്കെ തേച്ചിട്ട് നമുക്ക് മുഖം നല്ല സെറ്റാക്കി. മോയ്സ്ചറൈസർ കഴുത്തിലും മുഖത്തും എല്ലാം തേച്ചിട്ടുണ്ട്. അപ്പം നമ്മളിതുപോലെ ദോശ ഉണ്ടാക്കുമ്പോഴേ കുറച്ച് മാവ് എടുത്തിട്ട് ഉപ്പിട്ട് കലക്കുന്നതിന് മുമ്പ് കുറച്ച് മാവെടുത്ത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ നാളെയും മറ്റന്നാളും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. 3 ദിവസത്തെ കൂടുതൽ വെക്കേണ്ട കേട്ടോ. അപ്പോൾ ഈ ദോശമാവ് പൊളിക്കും തോറും അതിൻ്റെ എഫക്റ്റ് കൂടുമെന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പം നമ്മുടെ റൈസ് പൗഡറിനകത്ത് അതേപോലെ തന്നെ നല്ല എഫക്റ്റ് ഉണ്ട്, സ്കിൻ ബ്രൈറ്റനിങ്ങിനുള്ള എഫക്റ്റ് ഉണ്ട്. അപ്പം പൊളിച്ച ദോശമാവും കൂടെ ആകുമ്പോഴത്തേന് നമുക്ക് നല്ലൊരു സ്കിൻ ബ്രൈറ്റനിങ് എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഇങ്ങനെയൊക്കെയുള്ള പൊടിക്കൈകൾ കൊണ്ട് നമ്മൾ നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും നല്ലത്. ബ്യൂട്ടി പാർലറിൽ പോകുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ. എല്ലാവരും പോയിട്ട് ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ, ടാറ്റാ.